ഒരു സാധാരണ മനുഷ്യന്റെ ജനനം പോലെയല്ല ഭഗവാന്റെ അവതാരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊരു അതീന്ദ്രിയ സംഭവമാണെന്ന് പറയുന്നു. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഒരു സാധാരണ ജനനത്തിൽ നിന്ന് ഇതിനെ അത്രയേറെ വ്യത്യസ്തമാക്കുന്നതെന്താണ്? നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണന്റെ ജനനത്തെക്കുറിച്ചുള്ള ആ പുരാതന വിവരണമാണ്. ഇതൊരു വെറും കഥയല്ല കേട്ടോ. പ്രപഞ്ചം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ഒരു ദൈവിക അവതാരത്തിന്റെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥയാണിത്. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് തുടക്കത്തിൽ നിന്നല്ല, മറിച്ച് അതിന്റെ ഹൃദയഭാഗത്തു നിന്നാണ്. നമുക്ക് നേരെ അരങ്ങത്താക്കി പോകാം. കംസന്റെ ഇരുണ്ട കാരാഗ്രഹം. അവിടെ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾക്കിടയിൽ ഒരത്ഭുത ശിശു ജന്മമെടുത്തിരിക്കുകയാണ്. ആ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഒന്ന് മനസ്സിൽ സങ്കൽപ്പിച്ചു നോക്കൂ. ആ ജയിലിലെ അരണ്ട വെളിച്ചത്തില് വസുദേവൻ കാണുന്നതെന്താണെന്നോ? അതൊരു സാധാരണ കുഞ്ചായിരുന്നില്ല. 4 കൈകളുണ്ട്. അതിലൊക്കെയോ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ്, മഞ്ഞപ്പട്ടുടുത്ത് ആ വിലപിടിപ്പുള്ള കൗസ്തുഭമെന്ന രത്നം പതിച്ച വാലയൊക്കെ അണിഞ്ഞ്, പോരാത്തതിന് കിരീടവും വളകളും കമ്മലുകളുമുണ്ട്. കറുത്ത മേഘം പോലെ തിളങ്ങുന്നൊരു ദൈവിക രൂപം. ഒരു നവജാത ശിശുവാണെന്നാര് പറയും? ഈ ഒരു കാഴ്ച കണ്ട വസുദേവൻ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധനായിപ്പോയി. അദ്ദേഹത്തിന്റെ മനസ്സിലാകെ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ദൈവമേ, ഇപ്പൊ ജനിച്ചു വീണ ഒരു കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ഒരുങ്ങാൻ എങ്ങനെ പറ്റും? ആ ചോദ്യത്തിലാണ് ആ അവിശ്വസനീയമായ നിമിഷത്തിന്റെ മുഴുവൻ രഹസ്യവും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ആ കാരാഗ്രഹത്തിലെ അത്ഭുതത്തിന് പിന്നില് വലിയൊരൊരുക്കം നടന്നിരുന്നു. ആ നിമിഷത്തിലേക്കെത്തുന്നതിന് തൊട്ടുമുൻപ് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ലോകം മുഴുവൻ എങ്ങനെയാണ് ഈ ദൈവികമായ അവതാരത്തിനായി ഒരുങ്ങിയതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു റിവൈൻഡാണ്. ആ ഒരു പ്രത്യേക നിമിഷത്തില് പ്രപഞ്ചം മുഴുവൻ ഒരുങ്ങി നിന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗ്രഹങ്ങളെല്ലാം ഏറ്റവും നല്ല, ഏറ്റവും ശുഭകരമായ സ്ഥാനങ്ങളിലേക്ക് സ്വയം ക്രമീകരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം. അതിന്റെ സ്വാധീനം വളരെ ശക്തമായിരുന്നു. ജ്യോതിഷപ്രകാരം ഏറ്റവും പുണ്യകരമായ സമയങ്ങളിലൊന്ന്. ഇതൊന്നും യാദൃച്ഛികമായിരുന്നില്ല, എല്ലാം ഒത്തുവന്നതായിരുന്നു. ആകാശം മാത്രമല്ല, ഭൂമിയും ഈ വരവിനെ ആഘോഷിക്കുകയായിരുന്നു. നദികളൊക്കെ ശാന്തമായി നിറഞ്ഞൊഴുകി. തടാകങ്ങളോ നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞുനിന്നു. കാടുകളില് മയിലുകൾ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. വീശുന്ന കാറ്റിനുപോലും പൂക്കളുടെ സുഗന്ധമായിരുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോ മുകളിലെ ഋഷിമാരും ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തുന്നു. സ്വർഗത്തിൽ നിന്നുള്ള സംഗീതം കേൾക്കുന്നു. ലോകം മുഴുവൻ ഒരു ഉത്സവം പോലെ. പുറത്ത് പ്രപഞ്ചമെങ്ങനെ ആഘോഷിക്കുമ്പോൾ ആ കാരാഗൃഹത്തിനകത്ത് എന്തായിരുന്നു അവസ്ഥ? അവിടെ പേടിച്ച് വിറച്ചിരിക്കുന്ന മാതാപിതാക്കളും ആ ദൈവിക ശിശുവും തമ്മിൽ ഒരു സംഭാഷണം നടക്കുകയായിരുന്നു. ഇതൊരു സാധാരണ സംഭാഷണമായിരുന്നില്ല. ജന്മജന്മാന്തരങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത്. വസുദേവന്റെ വാക്കുകളിൽ 2 വികാരങ്ങൾ ഒരുപോലെ കാണാമായിരുന്നു. ഒന്ന്, തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണെന്നുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ്. പക്ഷേ അതിനേക്കാൾ വലുതായിരുന്നു ഒരു പിതാവിന്റെ നിസ്സഹായമായ ഭയം. കംസൻ, അവൻ എന്തു ചെയ്യും എന്നുള്ള ആ പേടി, ആ തിരിച്ചറിവിനെപ്പോലും മറികടന്നുണ്ടായിരുന്നു. എന്നാൽ ദേവകിയുടെ ഭയം അതൊരു അമ്മയുടെ ഭയമായിരുന്നു. ആലോചിച്ചു നോക്കൂ, തന്റെ ക്രൂരനായ സഹോദരൻ കംസൻ ഈ ദിവ്യരൂപം കണ്ടാൽ കുഞ്ഞിനെ എന്തു ചെയ്യും? ആ അമ്മയുടെ ഹൃദയം പേടിച്ചു പിടഞ്ഞു. അതുകൊണ്ടുതന്നെ ആ ചതുർഭുജ രൂപമൊക്കെ മറിച്ച് ഒരു സാധാരണ കുഞ്ഞായി മാറാൻ അവരാ ദിവ്യശിശുവിനോട് കണ്ണീരോടെ യാചിക്കുകയാണ്. ദേവകിയുടെ ഈ അപേക്ഷയ്ക്ക് ഭഗവാൻ നൽകിയ മറുപടി ശരിക്കും അവരെ ഞെട്ടിച്ചുകളഞ്ഞു. കാരണം അതിൽ ഈ ഒരു ജനനത്തിന്റെ കഥ മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് 3 ജന്മങ്ങളായി താനും അവരുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധത്തിന്റെ കഥയാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത്. അതായത് ഇതൊരു യാദൃശികമായ ജനനമേ അല്ല, ഇത് കാലങ്ങൾക്കു മുൻപേ നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. അതും 3ാം തവണ. പണ്ട് ഒരു യുഗത്തിൽ അവർ സുതപസ്സും പൃഷ്ണിയുമായിരുന്നപ്പോൾ ഭഗവാൻ പൃഷ്ണിഗർഭനായി ജനിച്ചു. അടുത്ത ജന്മത്തിൽ അവർ അതിഥിയും കശ്യപനുമായപ്പോൾ വാമനനായി അവതരിച്ചു. ഇപ്പോൾ ഇതാ അതേ ആത്മാക്കൾക്ക് ദേവകിക്കും വസുദേവർക്കും മകനായി കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നു. ഒരേ വാഗ്ദാനം യുഗങ്ങളിലൂടെ നിറവേറ്റപ്പെടുന്നു. എന്തൊരാശയമാണല്ലേ? ആ ഒരു സംഭാഷണത്തിനു ശേഷം കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കംസന്റെ കൈകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ആ ശിശുരൂപത്തിലുള്ള ഭഗവാൻ തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അവിശ്വസനീയമായ
ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നുന്ന ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. ഇതായിരുന്നു ആ ദൈവികമായ കൽപ്പന. എന്നെ ഉടൻ തന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുക. അവിടെ യശോദയ്ക്കിപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുമായി എന്നെ മാറ്റുക. ഈ വാക്കുകളോടെ വസുദേവന്റെ മുന്നിൽ അപകടം നിറഞ്ഞതും എന്നാൽ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നതുമായ ഒരു യാത്രയുടെ വാതിൽ തുറക്കുകയായിരുന്നു. ആ യാത്ര, അതിലെ ഓരോ ചുവടും അസാധ്യമായിരുന്നു. പക്ഷേ ഓരോ തടസ്സവും അത്ഭുതകരമായി മാറിക്കൊണ്ടിരുന്നു. ഒന്ന് ഓർത്തുനോക്കൂ, കനത്ത ചങ്ങലകൾ കൊണ്ട് പൂട്ടിയ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തനിയെ തുറക്കുന്നു. കൂരിരുട്ടുള്ള രാത്രിയിൽ വഴി കാണിക്കാൻ സൂര്യപ്രകാശം പോലെ വെളിച്ചം വരുന്നു. ആകാശത്തുനിന്ന് പേമാരി പെയ്തപ്പോൾ അനന്തൻ എന്ന സർപ്പം പത്തിവിരിച്ച് ഒരു കുടയായി മാറുന്നു. മുന്നിൽ കോപത്തോടെ കുത്തിയൊഴുകുന്ന യമുനാ നദി ശാന്തമായി വഴിമാറിക്കൊടുക്കുന്നു. ഒടുവിൽ ഗോകുലത്തിലെത്തി ആരുമറിയാതെ വസുദേവർ നിശ്ശബ്ദമായി കുഞ്ഞുങ്ങളെ കൈമാറുന്നു. സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണിത്. അപ്പോ ഈയൊരു അത്ഭുത കഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഈ അസാധാരണമായ ജനനം നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? നമുക്കതിന്റെ ആഴത്തിലുള്ള തത്വത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു സാധാരണ ജനനം, അതായത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജനനം, നമ്മുടെ മുൻകാല കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മൾ അതിന് വിധേയരാണ്. എന്നാൽ ഭഗവാന്റെ അവതാരം അങ്ങനെയല്ല. അത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ലീല പോലെ സംഭവിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ശരീരം ഈ ഭൗതിക ലോകത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ ഭഗവാന്റെ രൂപമോ? അതിനെല്ലാം അതീതമായി എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ഈ അതീന്ദ്രിയം അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ എന്നൊക്കെ പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, ഭഗവാന്റെ ജനനവും പ്രവൃത്തികളും ഈ ഭൗതിക ലോകത്തിന്റെ നിയമങ്ങൾക്ക് പുറത്താണ്. അതിനെ നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ വെച്ച് അളക്കാനോ പരിമിതപ്പെടുത്താനോ സാധിക്കില്ല. ഈയൊരാശയമാണ് ഈ കഥയുടെയെല്ലാം അടിത്തറ. അങ്ങനെ നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ്. ഭഗവാന്റെ ജനനമെന്നത് കർമ്മഫലമോ അല്ലെങ്കിൽ നിർബന്ധിതമായി സംഭവിക്കുന്ന ഒന്നുമല്ല. മറിച്ച് അത് അവിടത്തെ സ്വന്തം ഇച്ഛപ്രകാരം, അവിടത്തെ സന്തോഷത്തിനു വേണ്ടി സംഭവിക്കുന്ന ഒരു ലീലയുടെ ഭാഗമാണ്. ഈയൊരു തിരിച്ചറിവാണ് ശ്രീകൃഷ്ണന്റെ ജനനകഥയുടെ കാതലെന്നു പറയുന്നത്. ഈ വിവരണം നമ്മുടെ മുന്നിൽ വളരെ വലിയൊരു ചോദ്യമാണ് ബാക്കിവെക്കുന്നത്, അല്ലേ? ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാം ഉറവിടമായ ആ ശക്തിക്ക് ഇവിടെ ഈ ലോകത്ത് അവതരിച്ചിട്ടും അതിന്റെ നിയമങ്ങൾക്ക് അതീതനായി നിലനിൽക്കാൻ കഴിയുമെങ്കിൽ, അപ്പൊ നമ്മൾ ഈ കാണുന്ന യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചിന്തയോടെ നമുക്ക് എന്നത്തേക്ക് അവസാനിപ്പിക്കാം.